പുനലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വികസന സെമിനാർ സംഘടിപ്പിച്ചു. പുനലൂർ രാജാരോഹിണി ഹാളിൽ സംഘടിപ്പിച്ച യോഗം നഗരസഭാ ചെയർപേഴ്സൺ ബി സുജാത ഉദ്ഘാടനം ചെയ്തു. പുനലൂർ രാധാസ് ചൗക്ക് റോഡ് പുനലൂർ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുമായൊക്കെ നോക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശങ്ങൾ വളരെ വിലപ്പെട്ടതാണ് എന്നുള്ളതുകൊണ്ട് ഉദ്ഘാടന യോഗമോ ചർച്ചയോ സംസാരത്തിലോ ഉപരി നിർദ്ദേശങ്ങൾ വിലപ്പെട്ടതായതുകൊണ്ടും അവ ചർച്ച ചെയ്യപ്പെടേണ്ടതായതുകൊണ്ടും അതിലേക്കാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പദ്ധതി സമർപ്പിക്കുമ്പോൾ എന്നുള്ളതുകൊണ്ടും ധാരാളം ആളുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ആശംസാ പ്രസംഗം. നഗരസഭാ വൈസ് ചെയർമാൻ ഡി ദിനേശൻ അവലോകനവും വികസന കാഴ്ചപ്പാടും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ആമുഖ പ്രസംഗം നടത്തി. ജീവിതശൈലി രോഗങ്ങളിലേക്ക് മാറി. അങ്ങനെ ജീവിതശൈലി രോഗങ്ങളിലേക്ക് ബഹുഭൂരിപക്ഷം ആളുകളും മാറുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കണം. ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും രോഗം വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം. മാലിന്യമാണ് പ്രശ്നം. ആ മാലിന്യം ജൈവ മാലിന്യമാണെങ്കിലും അജൈവ മാലിന്യമാണെങ്കിലും ആ മാലിന്യത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തണം. പദ്ധതിയിൽ കൃത്യമായി ഉൾപ്പെടുത്തണം. അജൈവ മാലിന്യം ശേഖരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും സംസ്ഥാനത്ത് തന്നെ മാതൃക. 2024-25 വാർഷിക പദ്ധതി നിർദ്ദേശങ്ങൾ അടങ്ങിയ കരട് രേഖ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പിള്ള അവതരിപ്പിച്ചു. എത്തുന്നതിന് വേണ്ടി നമ്മുടെ പുനലൂരിൽ തന്നെ കരയനാട് അർബൻ PHC സെന്റർ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏറെ വിജയകരമായാണ് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും അനുവദിച്ചിരിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് പട്ടികജാതി പട്ടികവർഗ കോളനികൾ RPL തൊഴിലാളികൾ ഉൾപ്പെടെ ഉള്ള പ്രദേശമായ മണിയാർ, പരവട്ടം, കേളങ്കാവ് എന്നീ ഭാഗത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് മണിയാറിൽ ഒരു വെൽനസ് സെന്റർ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ട് ആരംഭിക്കുന്ന വിളക്കുവട്ടം ഭാഗങ്ങളിൽ നമ്മൾ വെൽനസ് സെന്ററുകൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. തുടർന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ പ്രത്യേകം വിഭാഗങ്ങളിലായി തിരിഞ്ഞ് ചർച്ച നടത്തി കൂട്ടായ തീരുമാനങ്ങൾ അവതരിപ്പിച്ചു. നഗരസഭ പ്ലാനിംഗ് ബോർഡ് അംഗം ടി അജയൻ, മുൻ മുനിസിപ്പൽ ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ കെ കനകമ്മ, ബീന സാമുവൽ, ബിനോയ് രാജൻ, CDS ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നഗരസഭാ സെക്രട്ടറി നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സുരാജ്, പുനലൂർ. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ് ചൗക്ക് റോഡ് പുനലൂർ.